തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞ ഉടൻ തന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. CPM-ഉം CPI-യും അവരുടെ ഏകദേശ പട്ടിക പുറത്തുവിട്ട് കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, അവരുടെ പ്രചരണ പരിപാടികളും തുടങ്ങിയെന്ന് വേണമെങ്കിൽ പറയാം. ഒട്ടുമിക്ക സ്ഥാനാർത്ഥികളും നിശ്ചയിക്കപ്പെട്ട മണ്ഡലങ്ങളിൽ എത്തി. ജനാവലിക്കൊപ്പം അവരവരുടെ പ്രചരണ പരിപാടികൾ തുടങ്ങി. വലിയ തരത്തിലുള്ള പ്രകടനങ്ങൾ സംഘടിപ്പിച്ചു. ഇനിയുള്ള ദിവസങ്ങൾ കേരളം പ്രചരണ ചൂടിലായിരിക്കും. മാത്രവുമല്ല, വലിയ തരത്തിലുള്ള പ്രചരണം കാണാനിരിക്കുന്നതേയുള്ളൂ. എല്ലാ സ്ഥാനാർത്ഥികളും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ മണ്ഡലങ്ങളിൽ എത്തപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതിനിടയിലും സ്ഥാനാർത്ഥി പ്രഖ്യാപനം CPM-ഉം CPI-യും പൂർത്തിയാക്കിയെങ്കിലും കോൺഗ്രസിനെയും UDF-ലെയും ഒക്കെ ഘടകകക്ഷികൾ അല്ലെങ്കിൽ LDF-ലെയും ഘടകകക്ഷികളൊന്നും തന്നെ അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ഇടതുമുന്നണിയിലെ പ്രധാനപ്പെട്ട CPM-ഉം CPI-യും അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് പ്രത്യേകിച്ചും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ തന്നെ അവരുടെ യോഗങ്ങൾ കമ്മിറ്റികളൊക്കെ നടത്തിയതിന് ശേഷം അതിൽ നിന്നും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ച് വച്ചിരിക്കുകയായിരുന്നു. പ്രഖ്യാപനം വന്നാൽ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ ഉടൻ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. UDF-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചർച്ചകൾ തുടങ്ങുകയാണ്. LDF-ലും UDF-ലും ഇതുവരെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് അന്തിമഘട്ടത്തിലേക്ക് എത്താത്തത് കേരള കോൺഗ്രസുകളും മറ്റു കക്ഷികളുമാണ്. കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് 12 ഇടങ്ങളിലാണ്. ഇത്തവണ 13 സീറ്റുകൾ വേണമെന്ന അവകാശവാദമാണ് അവർ LDF-ൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും അവസാന ഘട്ടത്തിലാണ്. പക്ഷേ ചില സീറ്റുകൾ സംബന്ധിച്ചുള്ള ചർച്ചകൾ അവർ പൂർത്തിയാക്കിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം 12 ഇടത്ത് മത്സരിച്ചതിൽ 5 ഇടത്താണ് വിജയിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ സീറ്റുകളിലും വിജയം ഉറപ്പാക്കണം എന്നൊരു നിർദ്ദേശം അവർക്ക് പാർട്ടി, അതായത് CPIM തന്നെ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിലും ഒരു കൃത്യത വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ നടക്കുന്നതെന്നാണ് കേരള കോൺഗ്രസ് M വിഭാഗം നേതാക്കൾ പറയുന്നത്. ഇതിനിടയ്ക്ക് ചെറിയൊരു കല്ലുകടിയായി വന്നത് പാലായിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ തന്നെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം എന്ന നിലയ്ക്ക് ജോസ് കെ മാണിയുടെ പേര് പറഞ്ഞത് ഒരു വലിയ തരത്തിലെ ചർച്ചയായി മാറിയെങ്കിലും പിന്നീട് അത് ഒഴിവാക്കപ്പെട്ടു. എന്തായാലും പാലായിൽ ജോസ് കെ മാണി മത്സരിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും മത്സരിക്കും. പക്ഷേ ഇതുകൊണ്ട് തീരുന്നില്ല. നേരത്തെ 5 ഇടങ്ങളിലാണ് വിജയിച്ചത്. 7 ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്തണം. സിറ്റിംഗ് MLA-മാരെല്ലാം തന്നെ ഇത്തവണ മത്സരരംഗത്തുണ്ടാകുമെന്ന് കേരള കോൺഗ്രസ് M വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി 7 സ്ഥാനാർത്ഥികളെ കൂടി കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിനുള്ള ചർച്ചകളും പുരോഗമിച്ചു വരികയാണ്. UDF-ലാകട്ടെ, UDF-ലെ പ്രധാനപ്പെട്ട ഘടകകക്ഷികളിലൊന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. അവർ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചത് 10 ഇടങ്ങളിലാണ്. 2 ഇടങ്ങളിലാണ് വിജയിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ജോസഫ് വിഭാഗത്തിൽ നിന്നും 3 സീറ്റുകൾ തിരിച്ചു വാങ്ങിക്കുവാൻ അല്ലെങ്കിൽ വാങ്ങാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ തിരിച്ചെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു നീക്കം കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ചർച്ചകളൊക്കെ തന്നെ മന്ദഗതിയിൽ UDF-ൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ കാര്യത്തിൽ നടക്കുന്നത്. ചങ്ങനാശ്ശേരിയും ഇടുക്കിയും ഒപ്പം കുട്ടനാടും തിരിച്ചു വേണം എന്നൊരാവശ്യമാണ് കോൺഗ്രസ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ മാത്രമേ റോഷി അഗസ്റ്റിനെ തോൽപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇടുക്കി ജില്ലാ നേതാക്കൾ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ജില്ലാ നേതാക്കൾ പറയുന്നത്. പക്ഷേ ജോസഫ് വിഭാഗം അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ഏതെങ്കിലും കാരണവശാൽ ഈ സീറ്റ് ജോസഫ് വിഭാഗത്തിൻ്റെ കയ്യിൽ നിന്നും കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഇടുക്കിയിൽ വരും ദിവസങ്ങളിൽ അവരുടെ സാധ്യത നഷ്ടപ്പെടും, അല്ലെങ്കിൽ മുൻതൂക്കം നഷ്ടപ്പെടും എന്നാണ് ജോസഫ് ഗ്രൂപ്പിലെ നേതാക്കൾ പറയുന്നത്. എന്തായാലും മുന്നണികളിൽ മാണി വിഭാഗത്തിൻ്റെയും ജോസഫ് വിഭാഗത്തിൻ്റെയും ചർച്ചകൾ വലിയ തരത്തിൽ പുരോഗമിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രവും. മറ്റ് ഘടകകക്ഷികളുടെ കാര്യത്തിലും ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. NCP-യിലും പടലപ്പിണക്കങ്ങൾ അവസാനിച്ചിട്ടില്ല. LJD-യിലും അതുതന്നെയാണ്. സീറ്റ് സംബന്ധിച്ച ചർച്ചകൾ തുടരുന്നു. UDF-ലേക്ക് വരുമ്പോഴും അവർക്ക് ചില സീറ്റുകൾ കിട്ടുന്നതിന് വേണ്ടി ഫോർവേഡ് ബ്ലോക്കിൻ്റെ കാര്യത്തിലായാലും അതുപോലെ തന്നെ CMP-യുടെ കാര്യത്തിലായാലും തന്നെ ചില സീറ്റുകൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ അവരും നടത്തുന്നു. തിരുവനന്തപുരത്തെ തിരുവനന്തപുരം സെൻട്രലിന് വേണ്ടിയും കൊല്ലത്തെ ചാത്തന്നൂരിന് വേണ്ടിയുമാണ് CMP-യും ഫോർവേഡ് ബ്ലോക്കും അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. പക്ഷേ ഈ 2 സീറ്റുകളും വിട്ടു നൽകാൻ കഴിയില്ല എന്ന്
കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും പറയുന്നു. അങ്ങനെ ചെറു കക്ഷികളുടെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പ് ആക്കുന്നതിലാണ് ഇപ്പോൾ വലിയ തലവേദന വലിയ പാർട്ടികൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയങ്ങൾ പൂർത്തിയാക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ഇരു മുന്നണികൾക്കുമുണ്ട്.